വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പുതിയ വേർഡ്സുകളുടെ അർത്ഥം പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരുപാട് അർത്ഥങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ച് വരണം. കാരണം അർത്ഥങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാൻ. പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറൊക്കെ തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഏകദേശമൊക്കെ നമുക്ക് ആക്ഷനിൽ ബാക്കിയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, പൊട്ടൻഷ്യലായിട്ട് വരുന്ന എല്ലാ അർത്ഥങ്ങളും ചൂർന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേർഡ്സിൽ ഫസ്റ്റ് വേർഡ് ഗലെ ലഗാന. എന്താ ഈ ഗലെ ലഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെല്ലാം ഐഡിയ ഉണ്ടോ? ഗലെ ലഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അമ്മമാര് മക്കളോട് വായു പോലെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ പറയില്ല, എങ്ങനെ പറയാ? മുझे ഗലെ ലഗാവോ. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറയാണ് എനിക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. എങ്ങനെ പറയാം? ആരാം കർണ. ആരാം കർണ എന്ന് പറഞ്ഞാൽ ആയല്ല ആന്നാണ് എഴുതുമ്പോൾ, പക്ഷെ നമ്മൾ പറയുമ്പോൾ ആരാം കർണ അതൊക്കെ കേൾക്കത്തുള്ളൂ കേട്ടോ. ആരാം കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. മുझे थोड़ी देर ആരാം കർണ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. മനസ്സിലായോ? ഇനി അടുത്ത് വരുന്നൊരു വേർഡാണ് ഖടയോ ജാവോ. ഖടയോ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കൂ എന്നാണ് അർത്ഥം കേട്ടാ, നിൽക്കുക. അപ്പൊ നമ്മൾ ഒരാളോട് പറയണ അപ് ഖടയോ ജാവോ, താങ്കൾ നിൽക്കൂ, അതാണ് ഖടയോ ജാവോ. ഇനി ഒരു വേർഡാണ് കങ്കീകരണ. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണ് കങ്കീകരണ എന്ന് ഉദ്ദേശിക്കുന്നത് മുടി ചീകുന്നതിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്കി എന്ന് പറഞ്ഞാൽ ചീപ്പാണ്. ഓക്കെ. അപ്പൊ കങ്കീകരണ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മുടി ചീകുന്നതാണ്. അല്ലാണ്ട് ബാൽമയും കങ്കീകരണ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നീ മുടി ചീകിയോ? കങ്കിക്ക്. അപ്പൊ മുടി ചീകുക, കങ്കി കർണ. ഇതൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകും. അപ്പൊ മാക്സിമം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷ് എടുത്തിട്ട് കോമ്പ് ചെയ്തു അല്ലെ, ഇംഗ്ലീഷ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ എന്താ പ്രശ്നം? നമുക്ക് ഹിന്ദിയിലുള്ള നോളജ് കുറഞ്ഞുകൊണ്ടിരിക്കും. മാക്സിമം നമ്മൾ സത്യത്തിൽ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം ഹിന്ദി, കുറച്ച് അറിവുണ്ടെങ്കിൽ അല്ലെ. പക്ഷെ മാക്സിമം നമ്മൾ ഹിന്ദി വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഹിന്ദി പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ശരി. ഒരു വേർഡാണ് തോടിന. തോടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്കാണ്, പറിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ പറയണ ആ പൂ പറിക്കരുത്. എങ്ങനെ പറയാം? വോ ഫൂൽ മത് തോടു. ठीक है. അതുപോലെ തന്നെ അടുത്തൊരു വേർഡാണ് കോദിന. കോദിന എന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നാണ്. നമ്മളിങ്ങനെ മണ്ണിലൊക്കെ കുഴിക്കൂല, കോദിന. അപ്പൊ അവിടെ കുഴിക്കൂ, വഹാ കോദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴിക്കും. ഓക്കെ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുക്കാന. സുക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഉണക്കുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ എനിക്ക് തുണി ഉണക്കാനുണ്ട്, എങ്ങനെയാ പറയാ? മുझे കപ്പടെ സുക്കാനെ ഹേ. അല്ലെങ്കിൽ തുണി ഉണങ്ങി, കപ്പട സുഗയ, അങ്ങനെ പറയാം, സുഗയ. ഇനി നമുക്കൊരു വേർഡാണ് പീസ്ന. പീസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മിക്സിയിലിട്ട് അരക്കില്ലേ, അരക്കുന്നതിനാണ് പീസ്ന എന്ന് പറയാം. അപ്പൊ എനിക്ക് അരി അരയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ മാവാട്ടാനുണ്ടെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. മുझे ചാവൽ പീസ്ന. ചാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ. അപ്പൊ മുझे ചാവൽ പീസ്ന. അടുത്തൊരു വേർഡാണ് സജാന. സജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കൂലേ, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യില്ലേ, അതിനെ പറയാം അലങ്കരിക്കുക. അതാണ് എൻ്റെ മലയാള വേർഡ്. ഓക്കെ, സജാന. അപ്പോൾ പറയണ നമ്മൾ ചെന്ന് കാണുമ്പോൾ പറയാം നന്നായിട്ട് എന്താ പറയാ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയും. അതെങ്ങനെ പറയണേ? ആപ്നെ അച്ചേസെ സജായ. സജായ എന്ന് പറഞ്ഞാൽ ഒരുക്കി, അലങ്കരിച്ചു. ഓക്കെ. ഇനി ഒരു വാക്കാണ് ജലാന. ജലാന ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കത്തിക്കുക എന്നാണ്. നമ്മൾ തീ കത്തിക്കണേനെ പറയാം. അതൊന്ന് കത്തിക്കാൻ പറയുന്നേ ഓ ജലാവും. ठीक है. അപ്പൊ അത് കെടുക്കുന്നതിന് എങ്ങനെ പറയാം? അണയ്ക്കുക എന്നെങ്ങനെ പറയാ? ബുജാവോ. ബുജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ബുജാവോ, ജലാവോ, ബുജാവോ. ഓക്കെ. ഇനി അടുത്ത വേർഡ് നാച്ചോ ഗാവോ. രണ്ട് വേർഡ് കേട്ടോ. നാച്ചിന. നാച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുക, നൃത്തം ചെയ്യുക എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറയണം നീയും കൂടെ എൻ്റെ കൂടെ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ പോയി ഡാൻസ് കളിക്കാൻ നിൽക്കണേ പറയാം നീയും കൂടെ എൻ്റെ കൂടെ കളിക്കുക. എങ്ങനെ പറയാം? അബി മെരസാത്ത് നാച്ചോ. നീയും എൻ്റെ കൂടെ നൃത്തം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഗാന. ഗാന എല്ലാവർക്കും അറിയാം, പാട്ടാണ് അല്ലെ. ഗാന ഗാവോ എന്ന് പറഞ്ഞാൽ പാട്ട് പാടും. നീ ഒരു പാട്ട് പാടും. ആപ് ഏക് ഗാന ഗാവോ. ആപ് ഏക് ഗാന ഗാവോ. ഓക്കെ,
അടുത്തൊരു വേർഡാണ് ഇന്തസാർ കർണ. ഇന്തസാർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാന്നാണ് കേട്ടോ, കാത്തിരിക്കാം. അതാണ് ഇന്തസാർ കർണ. അപ്പൊ നമ്മൾ ഒരാളോട് പറയുകയാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എങ്ങനെയാ? ഞാനിവിടെ കാത്തിരിക്കാം. മേ ഇത് ഇന്തസാർ കരുവെങ്കിൽ, മേ വഹ ഇന്തസാർ കരുവെങ്കിൽ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കുറേ പുതിയ വേർഡ്സുകൾ നമ്മൾ പഠിച്ചു. എല്ലാ ദിവസവും ഇതുപോലെ പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കുന്നുണ്ട്. അതുപോലെ കോൺവെർസേഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക. നല്ലപോലെ നിങ്ങൾക്ക് എന്താ പറയുക, എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.